പോലീസ് സേനയിലെ അനീതികൾക്കെതിരെ തുറന്ന ശബ്ദമുയർത്തിയ സീനിയർ CPO ഉമേഷ് പള്ളിക്കുന്നിനെ ആരും മറന്നിട്ടില്ല. അദ്ദേഹം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അദ്ദേഹം തൻ്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. സർക്കാർ സീനിയർ CPO ആയ ഉമേഷ് പള്ളിക്കുന്നിലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പുസ്തകം ഇറക്കിയിരിക്കുകയാണ്. പുസ്തകത്തിൻ്റെ പേര് മറുപടികൾ, ചെറുത്തുനിൽപ്പിൻ്റെ പുസ്തകം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ പ്രധാനമായും അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഉമേഷ് പള്ളിക്കുന്നിന് ലഭിച്ച മെമ്മോകൾക്കുള്ള മറുപടിയാണ്. നമുക്കൊപ്പം ഉമേഷ് പള്ളിക്കുന്ന് തന്നെ ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചത്? പ്രത്യേകിച്ച് അങ്ങേക്ക് കിട്ടിയ മെമ്മോകൾക്കുള്ള മറുപടിയാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത്. ഈ പുസ്തകം ഒരു 5 വർഷം മുമ്പ് എന്നെ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് AV ജോർജ് ബൈറ്റ് കൊടുത്തിരുന്നു. പക്ഷേ അന്ന് പിരിച്ചു വിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയതാണ്. അപ്പോൾ അന്ന് തന്നെ നമ്മളെ മറുപടികളുടെ ഒരു സമാഹാരം നമുക്ക് മെമ്മോ കിട്ടിയിരുന്നു. പോലീസിലെ മെമ്മോ എന്ന് പറഞ്ഞാൽ വിചിത്രമായ മെമ്മോകളാണ്. അതായത് നിസ്സാരമായ കാര്യങ്ങൾക്ക്. എനിക്ക് കിട്ടിയ മെമ്മോ വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുത്തു, കാട് പൂക്കുന്ന നേരം സിനിമയെക്കുറിച്ച് ആസ്വാദനം എഴുതി, അങ്ങനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് മെമ്മോ തരികയും അത് PR ആക്കി 1-2 ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് പോലീസിലുള്ളത്. അങ്ങനെ ആ തരത്തിലുള്ള മെമ്മോകൾ ഒരു പരിധിവരെ നമ്മളതിന് മാന്യമായ മറുപടികൾ കൊടുത്തു. പക്ഷേ അതൊക്കെ പരിഗണിക്കാതിരിക്കുകയും നിരന്തരമായ അച്ചടക്കം ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അതിനെ കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് എടുത്തു. കാരണം തിരിച്ച് മറുപടി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മെമ്മോയ്ക്കുള്ള മറുപടി മെമ്മോയേക്കാൾ രസകരമായി അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അത് പോലീസുകാർ മുഴുവൻ വായിച്ച്, പോലീസുകാർക്ക് മുഴുവൻ വാട്സപ്പിലൊക്കെ പ്രചരിച്ച്, പോലീസുകാർ മുഴുവൻ വായിച്ച്, പോലീസുകാർക്ക് മുഴുവൻ ഭയങ്കര രസകരമായിട്ട് അവർ ആസ്വദിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഒലീവ് ബുക്സ് ഈ പുസ്തകം ഇറക്കാൻ തയ്യാറായിട്ട് വന്നത്. പക്ഷേ പിരിച്ചുവിടൽ അന്ന് നടന്നില്ല. അതുകൊണ്ട് അത് പെൻഡിങ് ആയി. പിരിച്ചുവിട്ട ഉടനെ ഒലീവ് പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇത് മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം വിമർശിക്കുന്ന തലത്തിലുള്ള ലേഖനങ്ങൾ ഈ പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം പോലീസിൻ്റെ ഉള്ളിൽ ഈ CPOമാർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങളൊക്കെ തങ്ങളുടെ എഴുത്തിലൂടെ അത് തുറന്ന് കാട്ടുന്നുമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മോ തരുന്ന ആൾ, എനിക്കിപ്പോൾ ഒരു മെമ്മോ തന്നത്, ഞാൻ ഗ്രോവാസു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ടു, വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ കോടതി വെറുതെ വിട്ട ആളുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നത് ഗുരുതരമായ അച്ചടക്കലംഘനം ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെമ്മോ തരുന്നു. പക്ഷേ ഈ മെമ്മോ തരുന്ന ആൾ മദ്യപിച്ച് റോഡിൽ കിടക്കുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം സസ്പെൻഷനായി. അപ്പോൾ അതായത് മദ്യലഹരിയിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അഴിമതിയും എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന പോലീസ് സേനയിൽ ഒരു തരത്തിലും തുടരാൻ അർഹരല്ലാത്ത മനുഷ്യരാണ് നമുക്ക് ഈ മെമ്മോ തരുന്നത്. നമ്മൾ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ടും, നമ്മൾ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ടും, നമ്മൾ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ മെമ്മോ തരികയും നമ്മൾ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു തിരിച്ചടി എന്നുള്ള നിലയിലാണ് ഇതിലെ എഴുത്തുകൾ വന്നിട്ടുള്ളത്. ഈ പുസ്തകം പുറത്ത് വന്നതിൽ പിന്നെ വലിയ കോണിൽ നിന്നും വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് താങ്കൾ പോലീസിനെ വീണ്ടും വിമർശിച്ചു എന്നുള്ള ഒരു വിമർശനങ്ങളാണ് വരുന്നത്. പുസ്തകം ഇന്നലെ ഇറങ്ങി, സ്വാഭാവികമായിട്ടും അധികം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നല്ലൊരു സ്വീകരണമായിരുന്നു ഇന്നലെ പുസ്തക പ്രകാശന ചടങ്ങ്. അത് പറയാൻ കാര്യം, ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് എഴുതിയിട്ടുണ്ട് പോലീസിനെതിരെ. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് പുസ്തകത്തിലും ഉള്ളത്. അപ്പോൾ അതിനെതിരെ വ്യാപകമായ ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ. വിമർശനം ഒരു കോണിൽ നിന്ന് മാത്രമായിരുന്നു. ശരിക്കും അതിനെ വായിക്കുന്നവരോ മനസ്സിലാക്കുന്നവരോ ആയിട്ടുള്ള ഒരു പാർട്ടിക്കാരും അല്ലെങ്കിൽ ഒരു ആൾക്കാരും അതിനെ വിമർശിച്ചിട്ടില്ല. എന്നാലും കുറച്ച് ക്യാപ്സ്യൂൾ മാത്രം കഴിക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ ആണതിൽ വന്നിട്ട് കുറച്ച് തെരുവിളിക്കുക. അത് വളരെ മോശമായ ഭാഷ. ആ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരിതാവുന്നു. പക്ഷേ അവരൊക്കെ പലതും ഫേക്ക് ഐഡികളായിരിക്കും, ലോക്ക്ഡ് പ്രൊഫൈലുകളായിരിക്കും, അങ്ങനെയുള്ളവരെ തെരുവിളിച്ചിട്ടുള്ളൂ. പൊതുവേ നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പം ഉപജീവനം എന്ന നിലയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡിസംബർ 24 പിരിച്ചുവിട്ടത്. ജനുവരി 1 വിത്ത് യു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ജനുവരിയിൽ നമ്മൾ വർക്ക് ചെയ്തു വരുന്നു. ഇപ്പോൾ ഇഫ്താർ വിരുന്നുകളാണ് ഇപ്പോൾ ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ് ഭായിയിലേക്ക്. അപ്പോൾ വിഷ്ണു കച്ചേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.